ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. സപ്താഹം ഈ മാസം 22-ന് സമാപിക്കും. ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം ഭാരവാഹികൾ ചേർന്ന് പൂർണ്ണകുംഭം നൽകിയാണ് യജ്ഞാചാര്യനെ സ്വീകരിച്ചത്. സഹയജ്ഞാചാര്യന്മാരായ തലപ്പണ്ണ പരമേശ്വരൻ നമ്പൂതിരി, പുനലൂർ വിഷ്ണു, കൊല്ലം എന്നിവരെയും ചടങ്ങിൽ സ്വീകരിച്ചു. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് കെ മോഹനൻ, സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ വേണു പ്ലാക്കൽ, ഭക്തജനങ്ങൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 25-നാണ് ദ്രവ്യകലശത്തോടെ ഭഗവതി ചിത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ളതാണ് ശ്രീമദ് ഭാഗവത സപ്താഹം. എത്രയോ പുണ്യത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരങ്ങളിലായിട്ട് നമ്മൾ ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഭാഗവതം കേൾക്കാനുള്ളൊരു മനസ്സൊരാൾക്ക് ഉണ്ടാവണമെന്നാണ്. വന്നിരിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ, അത് വേറെ വിഷയം. വന്നിരുന്നുകൊണ്ട് കേൾക്കണമെന്ന് അർത്ഥമില്ല, അതിൽ ശ്രദ്ധ വരിക, ഇതൊക്കെ കേൾക്കണം. ഈ ജീവിതം ഇങ്ങനെ ആയാൽ പോരാ, ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കുക. എങ്ങനെയെങ്കിലും അധികം വൈകാതെ ശാന്തി അനുഭവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരുന്നുണ്ട്, ഇത് പൂർണ്ണമായിട്ടൊന്നും നീങ്ങണം. ഇടയ്ക്ക് സുഖമുണ്ട്, ഇല്ല പറയുന്നില്ല, പക്ഷെ കൂട്ടിക്കഴിച്ച് നോക്കിയാൽ കൂടുതൽ ദുഃഖവും കുറച്ച് സുഖവുമാണ്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അത് നിർത്തണം. ഇനി അങ്ങോട്ട് ദുഃഖിക്കണ്ട എന്നൊരവസ്ഥ, ദുഃഖത്തിൻ്റെ ബാധയില്ലാത്തൊരു സുഖം എന്നൊന്നുണ്ടോ എന്ന ചിന്ത ഇന്ന് തുടങ്ങിയതല്ല, അത് എത്രയോ മനുഷ്യരുണ്ടായ അന്ന് മുതൽ ഈ ചിന്ത ഉണ്ട്. അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് തന്നെ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. ദുഃഖം തീരണമെന്ന് ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്വരൂപം. അങ്ങനെയാണ് മാഹാത്മ്യത്തിലെ ശ്ലോകം തന്നെ ആരംഭിക്കുന്നത്. ധ്യാന ശ്ലോകം അങ്ങനെയാണ്. സച്ചിദാനന്ദരൂപായ, നമ്മുടെയൊക്കെ രൂപം തന്നെയാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. എപ്പോഴും ആനന്ദമായിട്ടിരിക്കുന്നവൻ. നമ്മളും അങ്ങനെയാണ്, എപ്പോഴും ആനന്ദമായിട്ടിരിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇയാളെന്താണ് അതിന് തന്നെ കളവ് പറയണമെന്ന് തോന്നും. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ ആനന്ദമായിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ?